സാധാരണ ഞാൻ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് പോപ്പ് സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തു. അതിന്റെ തന്നെ ലാസ്റ്റ് പീസാണ് ഇന്ന് എടുക്കാൻ പോണേ. ആ ചെറുത് രണ്ടെണ്ണം അതിൽ പെടില്ല കേട്ടോ, അത് ഞങ്ങൾ കഴിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അല്ല എന്താന്നല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മിനി കലണ്ടറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മിനി കലണ്ടറിനെ കുറിച്ചിട്ടാണ്. മുന്നേ ഒരു കലണ്ടർ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഡെസ്കിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇത് വേറൊരു ഡെസ്കിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെസ്കിന് ഇപ്പോൾ കലണ്ടർ ഇല്ല. ഓഗസ്റ്റ് മാസം തുടങ്ങുമല്ലേ, അപ്പൊ പിന്നെ ഇന്ന് തൊട്ട് തന്നെ പുതിയൊരു കലണ്ടർ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിൻട്രസ്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രിഡ് പേപ്പേഴ്സ് ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പിന്നെ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ പോപ്പ് സ്റ്റിക്സ് കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ഈ കലണ്ടറൊക്കെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ സൈഡിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പഞ്ച് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് പ്രാകൃത രീതിയിലൊന്ന് പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ പിൻട്രസ്റ്റ് ആയിട്ടുള്ള മിനി കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പ്രത്യേകം മറക്കല്ല്. ചെറുതായിട്ട് പിൻട്രസ്റ്റ് ആയിട്ടൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ലൈക്ക് ഒക്കെ തന്നോടെ.